ഉരുൾപൊട്ടൽ ബാധിത മേഖല സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വയനാട്ടിലെത്തും. 11:20 കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് പോകും. ഉച്ചയ്ക്ക് 12:10 വരെ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രികളിലും കഴിയുന്നവരെയും പ്രധാനമന്ത്രി നേരിൽ കാണും. കേരള സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിക്ക് കേന്ദ്ര സഹായം നൽകണം എന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. ദുരന്ത മേഖലകളിൽ നിന്നും ദുരന്തബാധിതരെ രക്ഷപ്പെടുത്താനാവശ്യമായ ജീവരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതിൽ ഒരു വീഴ്ചയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതേ മനോഭാവത്തോടുകൂടി ഇനിയുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കേന്ദ്രം തയ്യാറാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രകൃതിക്ക് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യ പാസ്സാക്കിയ പാർലമെൻറ്റും നിയമസഭയും പാസ്സാക്കിയ നിയമങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകളും സാങ്കേതികത്വവും അല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് ഒരു പാക്കേജ് നടപ്പിലാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായമാണ് വേണ്ടത്. ആ സഹായ വാഗ്ദാനമാണ്. അത് ഏത് കാറ്റഗറിയിൽപ്പെടുത്തിയാലും കേരളത്തിൽ വിരോധമൊന്നുമില്ല. ദീപക് ധർമ്മടം SKMJ ഹെലിപ്പാഡിൽ നിന്ന്, സുർജിത് അയ്യപ്പത്ത് പുത്തൂർ വയൽ പോലീസ് ക്യാമ്പിൽ നിന്ന്, ഗോപികൃഷ്ണൻ മേപ്പാടി ടൗണിൽ നിന്ന്, സജോ ദേവസ്യ ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അലക്സറ മുഹമ്മദ് വിംസ് ആശുപത്രിക്ക് അടുത്ത് നിന്ന്, ശ്രീകുമാരൻ സെന്റ് ജോസഫ് ക്യാമ്പിൽ നിന്ന്, ഷഹദ് റഹ്മാൻ മേപ്പാടി ടൗണിൽ നിന്ന്, അരുൺ പാറയ്ക്കൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, എപ്പോഴേക്കാണ് പ്രധാനമന്ത്രിയെ പ്രതീക്ഷിക്കുന്നത്? ഏതാണ്ട് 11:20 അദ്ദേഹം വിമാനത്തിൽ എത്തി. ഇവിടെ, അതായത് കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇറങ്ങുന്നത്. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗം നേരെ എത്തുന്നത് ഇവിടേക്ക് എത്തുകയാണ്. ഹെലികോപ്റ്റർ മാർഗം എത്തിയ ശേഷം ഈ നേരെ പോകുന്നത് ഈ ചൂരൽമല ആ പ്രദേശത്ത് ഒരു വ്യോമ നിരീക്ഷണം നടത്തും. അതിനുശേഷം നേരെ ഇറങ്ങുന്നത് SKMJ സ്കൂളിലാണ്. SKMJ സ്കൂൾ എത്തിയതിനു ശേഷം പിന്നീട് മേപ്പാടി ഭാഗത്തേക്ക്, അതായത് ഈ ബെയിലിപ്പാലം ഉൾപ്പെടെയുള്ള ചൂരൽമല പ്രദേശത്തേക്ക് അദ്ദേഹം റോഡ് മാർഗം പോകും. തുടർന്ന് തിരിച്ചു വന്ന് നേരെ പോകുന്നത് ക്യാമ്പിലേക്കാണ്. ക്യാമ്പ് സെൻറ്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. അതിനുശേഷം നേരെ വിംസ് മെഡിക്കൽ കോളേജിലേക്ക് പോകും. വിംസ് മെഡിക്കൽ കോളേജിൽ ഈ രോഗികളെ സന്ദർശിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഷെഡ്യൂൾ. അതിനുശേഷം നേരെ എത്തുന്നത് റോഡ് മാർഗം തന്നെ കൽപ്പറ്റയിലേക്ക് തിരിച്ചെത്തും. കളക്ട്രേറ്റിൽ യോഗം ചേരും. കളക്ട്രേറ്റിൽ യോഗം ചേർന്ന ശേഷം നേരെ ഇവിടെ നിന്ന് മടങ്ങുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂള് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ അല്പസമയം മുമ്പ് നമ്മൾ മന്ത്രി കെ രാജനുമായി വിശദമായി സംസാരിച്ചു. ഈ ആവശ്യം, അതായത് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അടിയന്തര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ സന്ദർശനം ഉപകാരപ്പെടും എന്നുള്ള പ്രത്യാശയും മന്ത്രി കെ രാജൻ പങ്കുവയ്ക്കുകയുണ്ടായി. നിരവധി ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ അക്കമിട്ട് നിരത്തുന്ന വിധത്തിലൊരു വീഡിയോ പ്രസൻറ്റേഷനോട് കൂടി തന്നെയാണ് ഈ അവലോകന യോഗത്തിൽ കൃത്യമായി അവതരിപ്പിക്കുക. മാത്രമല്ല ഈ ഇദ്ദേഹം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രത്യാശയും റവന്യൂ മന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കളക്ട്രേറ്റിൻ്റെ പരിസരത്താണ്. കളക്ട്രേറ്റിൻ്റെ പരിസരത്തെല്ലാം തന്നെ വലിയ അളവിലുള്ള പോലീസ് വിന്യാസമാണ് നടപ്പാക്കിയിട്ടുള്ളത്. വേണു, കളക്ട്രേറ്റിലല്ലേ അവലോകന യോഗം നടക്കുക? അത് എപ്പോഴായിരിക്കും? പ്രധാനമന്ത്രി പങ്കെടുക്കും അല്ലോ? 12 മണിക്ക് ശേഷമായിരിക്കും. എന്തായാലും അത്തരം നടപടിക്രമങ്ങളെല്ലാം തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. അവലോകന യോഗം, കാരണം ബെയിലി അവിടേക്ക് പോയി അതിനുശേഷം ക്യാമ്പുകൾ സന്ദർശിച്ച് ഇതെല്ലാം തന്നെ സംഭവിക്കുക ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. ഈ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ വിശദമായ രീതിയിൽ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിശദാംശങ്ങൾ, നഷ്ടങ്ങൾ, അതിൻ്റെ എല്ലാം തന്നെ കണക്കുകൾ പൂർണ്ണമായും ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ കണക്കുകളാണ് പ്രധാനമന്ത്രിക്ക് മുൻപാകെ വയ്ക്കുക. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ലെവൽ 3, ലെവൽ 4 ആ ഒരു തരത്തിലേക്ക് ഇത് ദേശീയ ദുരന്ത പ്രഖ്യാപനം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് വയ്ക്കുക. അതനുസരിച്ച് 2000 കോടി രൂപ വേണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഒരുപാട് പദ്ധതികളുണ്ട്. മാത്രമല്ല നിരവധി പേരുടെ ഈ കടാശ്വാസം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം. അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. അവർക്ക് തൊഴിൽ നൽകുന്നത്, അതായത് നഷ്ടം സംഭവിച്ചതിനെ അതിജീവിച്ച ആളുകൾക്ക് തൊഴിൽ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കുന്ന വിധത്തിലുള്ള പൂർണ്ണമായ രീതിയിൽ, അതായത് ധനസഹായം പരമാവധി ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണുള്ളത്. എന്തായാലും പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് എല്ലാവരും. അങ്ങനെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയങ്ങൾ പൂർണ്ണമായ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ വഴി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ദൗത്യമാണ് നടക്കുക. വേണു.
സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് കളക്ടറേറ്റിൽ നിന്ന്. ഇപ്പോൾ മേപ്പാടി ടൗണിൽ നിന്ന് ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഹദ്, ഈ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് റോഡ് മാർഗം പ്രധാനമന്ത്രി എത്തുന്നു. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ മേപ്പാടി ടൗണിലാണ് ഞാനുള്ളത്. കാരണം ഇവിടെയാണ് പ്രധാനമായിട്ടും ഈ വാഹനങ്ങൾ തടയുന്നത്. എൻ്റെ വലത്തെ സൈഡിലുള്ള റോഡ്, അതാണ് ചൂരൽമലയിലേക്കുള്ള റോഡ്. ഇവിടെയാണ് പ്രധാനമായിട്ടും ഈ വാഹനങ്ങളൊക്കെ തടയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. കുറേയധികം ബാരിക്കേഡുകൾ നേരത്തെ തന്നെ ഇവിടെ അതായത് ബാരിക്കേഡുകൾ വെച്ച ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പൊതുജനങ്ങൾക്ക് റോഡിലേക്ക് ഒറ്റയടിക്ക് കയറി വരാൻ സാധിക്കാതെ വണ്ണം, ഒപ്പം തന്നെ കയറ് കെട്ടി അത് വടം കെട്ടിയും ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഈ ബാരിക്കേഡുകൾ ഈ മേഖലകളിലേക്ക് കൊണ്ടുവന്ന ഇത്തരത്തിൽ ഈ മേഖലകളിൽ, അതായത് ഇതിന്റെ മറ്റൊരു വഴി ഈ ഇത്തരത്തിൽ ചൂരമലയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. അപ്പോൾ ആ മേഖലയിലും ഇത്തരത്തിൽ ഈ ബാരിക്കേഡുകൾ വെച്ച് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ ചൂരൽമല റോട്ടിലേക്ക് ഇപ്പോൾ ഈ ഒഫീഷ്യൽ വാഹനങ്ങൾ മാത്രം, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ, അതുപോലെ തന്നെ കളക്ടറുടേത്, അതുപോലെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള സംഘങ്ങളുടെയും വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കയറ്റിവിടുന്നത്. അതും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി പ്രാദേശികമായിട്ട് ഇവിടെയുള്ള ആളുകൾ, അതായത് ഈ മേഖലയിലുള്ള താമസക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള വീട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മേപ്പാടി ഭാഗത്ത് എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഇവിടെ നിന്നും ഈ ചൂരൽമലയിലേക്ക് നടന്ന് പോകാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ID കാർഡ്, ഇവരുടെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ID കാർഡുകൾ കാണിച്ചാണ് ഇപ്പോൾ ഇതാ NDRFന്റെ വാഹനമാണ് ഇപ്പോൾ പോകുന്നത്. ഇത്തരത്തിൽ ഇന്ന് ഈ കാര്യമായിട്ടുള്ള തെരച്ചിലോ അത്തരം പരിപാടികളൊന്നും ആ മേഖലയിൽ ഇല്ല. പക്ഷേ എങ്കിൽ പോലും നാമമാത്രമായിട്ടുള്ള NDRFന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ വാഹനങ്ങൾ ഇവിടെ നിന്ന് കടത്തിവിടുന്നുണ്ട്. കൂടാതെ ആംബുലൻസ് വാഹനങ്ങളും ഇവിടെ നിന്ന് കടത്തിവിടുന്നുണ്ട്. അത്തരത്തിൽ NDRFന്റെ വാഹനമാണ് ഇപ്പോൾ പോലീസ് ഈ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ കർശന പരിശോധനയാണ് ഈ മേഖലയിലുടനീളം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ചൂരൽമല എന്ന് പറയുന്ന മേഖലയൊക്കെ പ്രത്യേകിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യമൊക്കെ ഉള്ള മേഖലയായതുകൊണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഈ മേപ്പാടി ടൗൺ വിട്ട് അവിടേക്ക് പൊതുജനങ്ങൾക്കോ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊന്നും തന്നെ പോകാൻ സാധിക്കില്ല. ഒഫീഷ്യൽ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും പ്രധാനമന്ത്രി അനുഗമിക്കുക. അവരായിരിക്കും ഈ റോഡ് മാർഗം ഈ ചൂരൽമലയിലേക്ക് ഈ റോഡ് വഴി, അതായത് ഞാൻ നിൽക്കുന്ന ഈ മേപ്പാടിയിലെ ഈ റോഡ് വഴി പോവുക. വേണം. ഈ മേപ്പാടി ടൗണിൽ നിന്ന് ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് ധർമ്മടവും ചേരുന്നു. SKMJ ഹെലിപ്പാഡിനടുത്താണ് ദീപക് ഉള്ളത്. ദീപക്, ഏതാണ്ട് 11:05 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നരേന്ദ്രമോദി എത്തുന്നു. എപ്പോഴേക്ക് ഈ ഹെലിപ്പാഡിൽ അദ്ദേഹത്തിന്റെ കോപ്റ്റർ ഇറങ്ങും? വേണു, എയർഫോഴ്സിൻ്റെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ B777 ഡൽഹി വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പുറപ്പെട്ടു. 11 കാലോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം M17 ഹെലികോപ്റ്റർ, പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ യാത്ര ചെയ്യുന്ന, ആഭ്യന്തരമന്ത്രിയൊക്കെ യാത്ര ചെയ്യുന്ന M17 ഹെലികോപ്റ്ററിലേക്ക് കയറുന്നു. മുഖ്യമന്ത്രി ഒപ്പമുണ്ടാകും. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു, DGP ദർവേർ സാഹിബ്, ഇത്രയും പേർ ഒരുമിച്ചുണ്ടാകും. ഗവർണർ കൂടി അവസാനം പട്ടികയിൽ വന്നിട്ടുണ്ട്. ഗവർണർ ഒപ്പമുണ്ടാകും. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് ഇവിടെ ആയിരിക്കും. ഇതാ ഹെലിപ്പാഡിലായിരിക്കും. ഹെലിപ്പാഡിൽ കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് SP പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷ. ഇതുപോലെ തന്നെ ഓരോ സെക്ടറിലും 12 SP-മാരുടെ നേതൃത്വത്തിൽ ADGP MR അജിത് കുമാർ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സുരക്ഷ. പ്രത്യേകിച്ചും മാവോയിസ്റ്റ് ഹോട്ട്സ്പോട്ട് എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് പതിവിൽ കവിഞ്ഞ സുരക്ഷയാണ് വയനാട്ടിൽ ഒരുക്കുന്നത്. കാരണം മാവോയിസ്റ്റ് എഫക്റ്റഡ് ഏരിയ ആണ്, മാവോയിസ്റ്റിന്റെ ഡോമിനേഷൻ ഉള്ള സ്ഥലമാണ്. കേരള പോലീസിന്റെ ഏരിയ ഡോമിനേറ്റിംഗ് സെന്ററുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയത്. ഏതായാലും 12 മണിയോടുകൂടി പ്രധാനമന്ത്രി ഇവിടെ ഹെലികോപ്റ്ററിൽ എത്തുന്നു. ഹെലികോപ്റ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഏരിയൽ സർവേ ഉണ്ടാകും, ആകാശ നിരീക്ഷണം ഉണ്ടാകും. ആ വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും ഈ ദുരന്ത മേഖലയുടെ ആകാശ നിരീക്ഷണ വേളയിൽ കാര്യങ്ങൾ വിവരിക്കും. അതിനുശേഷം നേരെ ഇവിടെ നിന്നും ഹെലിപ്പാഡിൽ നിന്നും പ്രധാനമന്ത്രി യാത്ര ആരംഭിക്കുന്നു. ആദ്യം പോകുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിലെ ദുരന്ത മേഖലയിലാണ്. അതിനുശേഷം ബേലി പാലത്തിലേക്ക് എത്തും. ബേലി പാലത്ത് നിന്നും പ്രധാനമന്ത്രി നടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ SPG വളരെ കർശനമായി തന്നെ ബേലി പാലം കടന്ന് പ്രധാനമന്ത്രി കൂടുതൽ മുകളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകി എന്നുള്ളതാണ് SPGയുടെ ADGP സുരേഷ് രാജ് പുരോഹിതിൽ നിന്നും മനസ്സിലാവുന്നത്. ഏതായാലും SPG വളരെ കനത്ത സുരക്ഷയാണ് വയനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. 12 മണിയോടുകൂടി പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്ത മേഖലയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ, ഇത്രയും പേർ ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള പോലീസിൻ്റെ ഇസൂസിലായിരിക്കും പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ യാത്ര ചെയ്യുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പങ്കുവെക്കുകയാണ്. വേണു, വിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് അലക്സറ മുഹമ്മദും ചേരുന്നുണ്ട്. അലക്സ്,
പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുമെന്ന് പറയുന്നു. എപ്പോഴേക്കാണ് എത്തുമെന്ന് കരുതുന്നത്? വേണു, പ്രധാനമന്ത്രി ഈ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് അദ്ദേഹം വ്യോമനിരീക്ഷണം നടത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹം കൽപ്പറ്റയിലേക്ക് തിരിച്ചെത്തി അവിടെ നിന്ന് റോഡ് മാർഗം ഈ ചൂരൽമലയിലേക്ക് പോകുക എന്നുള്ളതാണ് വിവരം. ചൂരൽമലയിലേക്ക് പോകുന്നത് മേപ്പാടി വഴിയാണ്. മേപ്പാടിയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്ററാണ് ഈ താഴെ അരപ്പറ്റയിലേക്കുള്ളത്. ഞാൻ ഈ വിംസ് ആശുപത്രിയുടെ മുന്നിലാണ്, അതായത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിന് മുന്നിലാണുള്ളത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പ്രധാനമന്ത്രി ഇവിടെ എത്തും. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് ആ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. 15 മിനിറ്റ് അദ്ദേഹം ഈ ആശുപത്രിയിൽ ചെലവിടുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആശുപത്രി അധികൃതർക്കും ആ തരത്തിലാണ് വിവരം നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 273 പേരാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയത്. അതിൽ 48 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 പേർ ICUവിലുണ്ട്, ICUവിൽ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല രോഗികളുമായി കൂടെ ഈ കഴിഞ്ഞ പരിക്കേറ്റ ചികിത്സയിലുള്ളവരുമായി അതിൽ ചിലരുമായി ആശയവിനിമയം കൂടി നടത്തുന്നു പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പേരുകൾ നമുക്ക് നൽകാം. ഒന്ന്, നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ, ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ചൂരൽമലയിൽ ഏതാണ്ട് കഴുത്തറ്റം വരെ മുങ്ങിക്കിടന്ന അരുണിനെ നമ്മൾ കണ്ടതാണ്. ആ അരുണിനെ ഈ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അരുണുമായി പ്രധാനമന്ത്രി സംസാരിക്കും, ആശയവിനിമയം നടത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനുള്ള വിവരം. അരുണുമായി സംസാരിക്കും. അനിൽ എന്നൊരു യുവാവുമായി സംസാരിക്കും. 8 വയസ്സുകാരി അവന്തികയുമായി പ്രധാനമന്ത്രി സംസാരിക്കും. ഒപ്പം ഒഡീഷ സ്വദേശി ഒരു സുഹൃത അവരുമായും പ്രധാനമന്ത്രി സംസാരിക്കും എന്നുള്ളതാണ് വിവരം. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വഴിനീള പോലീസിൻ്റെ വലിയ ബന്ധവസ്തുണ്ട്, സന്നാഹമുണ്ട്. കനത്ത സുരക്ഷയാണ്. ആശുപത്രിയുടെ മുന്നിലേക്ക് നമ്മളെ മാധ്യമങ്ങളടക്കം പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ പുറത്ത് മെയിൻ റോഡിന് സമീപമാണ് നിൽക്കുന്നത്. ആശുപത്രിയുടെ അടുത്തേക്ക് നേരത്തെ നമ്മൾ പോയെങ്കിലും അകത്തേക്ക് മാധ്യമങ്ങൾക്ക്, ദൂരദർശൻ ഒഴികെയുള്ള മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും 2 മണിയാകും അദ്ദേഹം ഇവിടേക്ക് എത്താൻ. 15 മിനിറ്റ് അദ്ദേഹം ഈ ആശുപത്രിയിൽ ചെലവിടും. ഈ രോഗികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രിക്ക് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 2 മണിക്കാണ് മോദി അവിടെ എത്തുക. 15 മിനിറ്റ് അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തുമെന്നാണ് അറിയുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ചും അരുൺ ഈ വയനാട്ടിലെ അതിജീവനത്തിൻ്റെ മുഖമാണ്. മണിക്കൂറുകളാണ് അദ്ദേഹം ഈ കഴുത്തറ്റം ചെളിയിൽ കിടന്ന് രക്ഷയ്ക്ക് വേണ്ടി യാചിച്ചത്. അതിനുശേഷം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്ന അരുൺ അടക്കമുള്ളവരെ മോദി സന്ദർശിക്കും.